പരിസ്ഥിതി പ്രകൃതി എന്നൊക്കെ പറയുന്നത് സ്കൂളിലൊരു പാഠ്യവിഷയമാണ്. എന്ന പേരിലാണ് പരിസ്ഥിതി ശാസ്ത്രം എന്നത്. ഇത് വാസ്തവത്തിൽ വളരെ കാലം മുമ്പ് വിശുദ്ധ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള പദമാണ്. 300 ജീവിച്ചിട്ടുള്ള ഇമാമുകൾ എന്ന് പരിസ്ഥിതിയെ കുറിച്ച് ഉപയോഗിച്ചതറിയാം. ആ പ്രയോഗത്തെ കടമെടുത്തുകൊണ്ടും അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടുമാണ് ഈ ആധുനിക യുഗത്തിൽ ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ എന്ന ശബ്ദം നൽകിക്കൊണ്ട് പരിസ്ഥിതി ശാസ്ത്രത്തെയും പരിസ്ഥിതി കാര്യങ്ങളെയും പ്രതിനിധിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുതവ്വഅാക്കിയിരിക്കുന്നു. താമസിക്കാൻ സൗകര്യത്തിൽ അല്ലാഹു തആല ഇവിടെ നമ്മൾ ഒരുക്കി പാർപ്പിച്ചിരിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടെ അധിവസിക്കുന്നതിനും പാർക്കുന്നതിനുമുള്ള സകല സൗകര്യത്തോടും കൂടെ നമ്മൾ എങ്ങോട്ട് പോയാലും എവിടേക്ക് പോയാലും ഏത് വഴിക്ക് പോയാലും ചുറ്റി തിരിഞ്ഞ് അവസാനം എവിടെ വഴിയെത്തുമോ ഇതാണല്ലോ നമ്മുടെ വീട്, ഇതാണല്ലോ നമ്മുടെ ആവാസ കേന്ദ്രം, ഇതാണല്ലോ നമ്മുടെ അധിവാസ കേന്ദ്രം. നമ്മുടെ വീടിൽ നമ്മൾ പറയുന്നത് എന്തിനാണ്? നമ്മൾ പ്രവാസികളായി എത്രയോ വർഷങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്നാലും നമ്മളിങ്ങോട്ട് തന്നെ വഴിയും താൽക്കാലികമായി എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്താൽ അവസാനം വീട്ടിലേക്ക് തന്നെ മടങ്ങി വരും. അങ്ങനെ മടങ്ങി വന്ന് കിടന്നുറങ്ങാനും പാർക്കാനും പറ്റുന്ന ഒരു സങ്കേതം എന്നതിനേക്കാണ് മനുഷ്യനെ അല്ലാഹു തആല ഈ ഭൂമി എന്ന് പറയുന്നു. എന്ന് ഔസാരികളെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപേ മദീന അധിവസിച്ചു. മദീനയിൽ വന്ന് അവിടെ അധിവസിച്ചിട്ടുള്ളതായ ആളുകളും അവർക്ക് വേണ്ടി മുഹാജിറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളും എന്ന് അല്ലാഹു അൻസാരികളെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അധിവാസത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പദത്തിൽ നിന്ന് രൂപമുള്ളതാണ് പരിസ്ഥിതി എന്നത് ഉപയോഗിക്കുന്ന എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രകൃതിയിൽ നമ്മുടെ അധിവാസത്തിന് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ വളരെ വിശാലമാണ്. ആ വിശാലമായ ജനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ എവിടെയാണ് പാർക്കുന്നത്? നമുക്ക് എത്രയേ സ്ഥലം വേണ്ടു? ഭൂമി എന്ന ഈ ചെറിയ ഗോളത്തിൽ അല്ലാഹുവിന്റെ ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറിയ സ്ഥാനമേ ഉള്ളൂ. എന്നാൽ വലിയ സ്ഥാനമുണ്ട് നമ്മൾ പാർക്കുന്നതുകൊണ്ട്. ഈ ഭൂമിയിൽ പാർക്കുന്ന നമ്മളാണ് അല്ലാഹുവിന്റെ പ്രപഞ്ചങ്ങൾ അഖിലവും ഒരുക്കിയതിന് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്ന സൃഷ്ടി ഉദാത്ത സൃഷ്ടി എന്ന് കാണുമ്പോൾ നമ്മൾ ചെറിയ കൂട്ടരല്ല. ആകാശത്ത് പാർക്കുന്നു, അധിവസിക്കുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശം പ്രകമ്പനം കൊള്ളുന്നു. ആകാശത്തിന് പ്രകമ്പനം കൊള്ളാതിരിക്കാനാവില്ല. കാരണം ആകാശത്തിൽ ഒരു കാൽപ്പാദം വെക്കാൻ പറ്റില്ല. ഇല്ല ഒരു മലക്ക് അല്ലാഹു തആല പഠിച്ച ഒരു മലക്ക് അത് സുജൂദിലോ റുകൂഇലോ ഇബാദത്തിലോ ആയി കഴിഞ്ഞുകൂടുന്നതായാൽ അല്ലാഹു തആല ആകാശലോകത്ത് ഒരു ചെറിയ പഴുതു പോലുമില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുള്ള ആ ആകാശം നിബിഡമായിരിക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. അവരുടെ നിവാസകേന്ദ്രമായ ആകാശങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അർശും കുർസിയും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ലൗഹും കലമും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. സ്വർഗവും നരകവും പ്രധാനമായും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. നമുക്കുള്ള ഒരു സഹോദര സ്ഥിതി ജിന്നുകളുമുണ്ട്. ഈ ജിന്നുകളും മീൻസുകളുമാണ് രണ്ടും ഭൂമിയിലെ ഭൂമിക്ക് ഭാരം നൽകുന്ന കടം നൽകുന്ന രണ്ട് വർഗമാക്കി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഈ ഭൂമി മണ്ണിൽ പാർക്കുന്ന രണ്ട് വർഗത്തിന് വേണ്ടി അല്ലാഹു ഒരുക്കിയതാണ് ഈ ലോകങ്ങളത്രയും. വിശാലമായ സ്വർഗം, വളരെ ആഴമുള്ള നരകം, ഇതൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഈ രണ്ട് വർഗം ഭൂമിയിൽ അധിവസിക്കുന്ന വർഗം. ഭൂമിയാകട്ടെ, ഭൂമിയിൽ നമ്മൾ അധിവസിക്കുന്ന സ്ഥലം എത്ര ചുരുക്കമാണ്. ഭൂമിയുടെ കവചമാണ്. അതിന്റെ ബാഹ്യഭാഗമായി പുറം ഭാഗമായിട്ടുള്ള ഉപരിതലം ക്രഷ് എന്ന് പറയുന്ന ഭാഗം ഉപരിതലം പറയുന്നത്. ആ ക്രഷ് എന്ന് പറയുന്ന ഭാഗമാണ് ആരെ നമ്മൾ പാർക്കുന്നുള്ളൂ. പാർക്കുന്നോ ഇല്ല. ക്രഷ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ആകെ ഭൂമി എന്ന് പറയുന്ന ഗോളത്തിൽ
15 മുതൽ 75 കിലോമീറ്റർ വരെ കരയിൽ മൊത്തം ഭൂമിയുടെ ഉപരിതലത്തിലുള്ളൂ. ചിലയിടത്ത് 15 കിലോമീറ്ററേ ഉള്ളൂ, ചിലയിടത്ത് 75 കിലോമീറ്റർ വരെ വരും. ഇത്രയും കഴിഞ്ഞു. ഇതിന്റെ പുറത്തോടിന്റെയും ഈ ഭൂമിയുടെ ഉപരിതലത്തിന്റെയും കനം. ഈ കനത്തിന്റെ മുകളിലാണ് ഈ ഭൂമുഖത്ത് അല്ലാഹു തആല ഒരുക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഭൂഖണ്ഡങ്ങൾ, വൻകരകൾ, സമതല പ്രദേശങ്ങൾ, വലിയ ഈ ഭൂമിയുടെ 3 ഭാഗവും ചുറ്റി നിൽക്കുന്ന സമുദ്രങ്ങൾ, ഭീമാകാരമായ പർവ്വതങ്ങൾ, വലിയ വലിയ പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങളടക്കമുള്ള വലിയ വലിയ പർവ്വതങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള ഏകോഷങ്ങളുടെ നിരത്തിലുള്ള പർവ്വതങ്ങൾ, ഒരുപാട് പർവ്വതനിരകൾ. ഈ പർവ്വതനിരകൾ, ജലാശയങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ഭൂമിയുടെ ഈ ഉപരിതലത്തിൽ മാത്രം. ഈ ഉപരിതലത്തിലെ സമുദ്രം ഒഴിച്ച്, ജലാശയം ഒഴിച്ച്, മലകൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് സമതല പ്രദേശങ്ങളിലാണ് ഏറെക്കുറെ നമ്മൾ ഈ മനുഷ്യരൊക്കെ പാർക്കുന്നത്. നഗരം നമ്മളൊക്കെ പറഞ്ഞ് ജിന്ദുവരവും പാർക്കുന്നു. സമുദ്രഭാഗത്ത് നമ്മൾ പാർക്കുന്നില്ല. ഭൂമിയുടെ ഈ ഉപരിതലത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് നമ്മളൊന്നും നോക്കിയാലും ഏതാണ് ഈ പ്രപഞ്ചമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ രാത്രി എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആകാശത്തിന് മുകളിലേക്ക് നോക്കുമ്പോഴാണ്, ആകാശം പറഞ്ഞുള്ളൂ, നമ്മളേതായാലും മനസ്സിലാക്കി വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ് 7 അടുക്കുള്ള ആകാശം. അത് അല്ലാഹു സൃഷ്ടിച്ചിരിക്കും. തീർച്ചയായും അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അതിന്റെ ഉപരിതലത്തിലേക്ക്, അതിന്റെ വിചാരത്തിലേക്ക് നമ്മുടെ യാതൊരു എത്തിയിട്ടില്ല എന്നാണ്. നമ്മളിങ്ങനെ പാതിരാത്രി നോക്കിയാൽ നീങ്ങിക്കിടന്നത് ഈ നക്ഷത്രങ്ങൾ കാണുന്നത് ആൻഡ്രോമിഡ ഗാലക്സിയാണ്. ഇവിടുന്ന് എത്രയോ ആയിരക്കണക്കിന് സഹസ്രക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം, കോടി കിലോമീറ്ററുകൾ അകലെയുള്ള, സഹസ്രക്കണക്കിന് കോടി കിലോമീറ്ററുകൾ അകലെയുള്ള ആൻഡ്രോമിഡ ഗാലക്സി നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗാലക്സിയുമല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള അങ്ങേയുള്ള ഗാലക്സിയിലെ നക്ഷത്രങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നാണ് ശാസ്ത്രജ്ഞരോട് പറയുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണത്, എന്താണത് എന്നൊന്നും അല്ലാഹു തആല നമ്മൾ പഠിപ്പിക്കുന്നില്ല. തങ്ങളോടൊപ്പം നെറ്റിലങ്ങൾ കൊണ്ടുവന്ന കലാമിൽ, അല്ലാഹുവിന്റെ കലാമിൽ ഈ ഭൂമി ലോകത്ത് പാർപ്പിക്കപ്പെട്ട മനുഷ്യരോട് അല്ലാഹു തആല പറഞ്ഞു തരുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും തിരിയുന്ന കാര്യമാണ്. ഇമാം ഗസാലി ഈ പ്രകൃതി വിഭവങ്ങളെയും പ്രകൃതി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള പടപ്പുകളെയും എല്ലാം അതിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം മാത്രം വിവരിച്ചുകൊണ്ട് ഇസ്ലാം മഹാനായ ഇമാം ഗസാലി അവർ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്നുണ്ട്. ഇവിടെ പഠിച്ചിട്ടുള്ള അല്ലാഹു തആലയുടെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൃഷ്ടിജാലങ്ങളെ കുറിച്ചെല്ലാം, ആ സൃഷ്ടിജാലങ്ങളെ കുറിച്ചുള്ള ഇമാം ഗസാലിയുടെ വിവരണം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് നമ്മൾ നോക്കിയാൽ ഏത് പൊട്ടനം കാണുന്നതാണ്, ഏത് പൊട്ടനം തിരിയുന്നത്. വിദ്യാഭ്യാസം വേണ്ട, സാക്ഷരത വേണ്ട, ശാസ്ത്രവിവരം വേണ്ട, പരിസ്ഥിതി ശാസ്ത്രം പഠിക്കേണ്ട, പ്രകൃതി ശാസ്ത്രം പഠിക്കേണ്ട, ഒരു ശാസ്ത്രം പഠിക്കേണ്ട, ഏത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് ആകാശത്തെ കുറിച്ചാവട്ടെ, ഭൂമിയെ കുറിച്ചാവട്ടെ, ഭൂമി നമ്മൾ വസിക്കുന്ന ഭൂമിയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് ആത്മർത്ഥം വരുത്തിയാൽ ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമായി വളരെ സുന്ദരമായി നമ്മൾ വിരിച്ചു തന്നിരിക്കുന്നു, വിധാനിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെ വിധാനിച്ചു തന്നിട്ടുള്ള അല്ലാഹു തആല, അല്ലാഹു തആലയുടെ സൃഷ്ടിവൈഭവം എന്ന് അല്ലാഹു തആല നമ്മെ കൊണ്ട് അല്ലാഹു തആല വിവരിച്ച് വിധാനിച്ചു തന്ന ഈ ഭൂമിയുടെ സൗന്ദര്യത്തെ ചിന്തിപ്പിക്കാൻ, ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഊന്നി പറയുന്നു. നമുക്ക് വിധാനിച്ചു നിങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന ഒരു വിരിപ്പാക്കി അല്ലാഹു തആല ഇതിനെ വിചാരിച്ചിരുന്നു. ചവിട്ടാം, കിടക്കാം, വിലസാം, ചാടാം, ഓടാം. ഈ ലോകത്ത് നടക്കുന്ന മത്സരങ്ങൾ അത്രയും നടക്കുന്നത്, ഇവിടെ നമ്മൾ ഈ ഭൂമിക്ക് മുകളിൽ നടക്കുന്ന എല്ലാ ദൈവങ്ങളും ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് കാണിക്കുന്ന എല്ലാ പേർക്കൂട്ടുകളും വേണ്ടാത്തകളും വരെ ചെയ്യുന്നത് ഈ ഭൂമി എന്ന് പറയുന്ന അല്ലാഹു വിളിച്ചിട്ടുള്ള മാത്രമാണ്. കാരണം ഭൂമിയെ കുറിച്ച് അല്ലാഹു പറയുന്നത് അത് ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഭാഗമാക്കി ഭൂമി.
ജീവിച്ചിരിക്കുന്നവർക്കും ഭൂമി, മരിച്ചവർക്കും ഭൂമി. ഭൂമിക്കാലത്തേക്ക് കൊണ്ടേ മറമാടേ, നീ കഴിച്ചതേ മറ്റെന്താകട്ടെ കൊണ്ടേക്ക് ബാക്കിയുള്ള കൊടുക്കുന്നത് അതൊന്നിനെ നദിയിലൊടുക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുളിച്ചിടുന്നു. ഭൂമിക്കടിയിൽ തന്നെയാണ് മനുഷ്യന്റെ ശേഷം നമ്മൾ ഇടുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ വീടിന്റെ അകത്തുള്ള വളർത്തുമൃഗങ്ങളോ കാട്ടിലുള്ള ജീവികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ ഇനി ഈ മാലിന്യങ്ങൾ തുടങ്ങി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന മാലിന്യങ്ങൾക്ക് ഒരുപാട് പേരുണ്ടല്ലോ. ഈ മാലിന്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എവിടെ തന്നെയാണ്? നമുക്ക് കൊട്ടാൻ പറ്റുന്നത്, സജ്ജീകരിക്കാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ. ജീവിച്ചിരിക്കുന്നവർക്കും ചത്തവർക്കും എല്ലാവർക്കും ഈ ഭൂമി തന്നെ പാവപ്പെടുത്തിയാകുന്നു. കിണർ കുടിക്കുന്നത് ഇവിടെയാണ്, വെള്ളമാക്കുന്നത് ഇവിടെയാണ്, ലോഹങ്ങൾ പിടിക്കുന്നത് ഇവിടെ നിന്നാണ്, ഇരുമ്പ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്, ലോഹങ്ങളെല്ലാം എടുക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഈ ഭൂമി മണ്ണിൽ നിന്ന് തന്നെ വെക്കുന്നു. ഇത് അള്ളാഹു പറഞ്ഞാൽ ഏത് സാധാരണക്കാർക്ക് ഭൂമിയെ കുറിച്ച് ശാസ്ത്രകാരന്മാരെ പറഞ്ഞാലോ അത് കുറെ കാലം കഴിഞ്ഞേ ശരിയുള്ളൂ. മനസ്സിലാക്കുന്നതിന് കുറെ കാലം കഴിയണം. എന്നാൽ ഉറപ്പുണ്ടോ? ഒന്നുമില്ല. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന നിഗമനങ്ങളിലപ്പുറം ഒന്നുമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഈ പ്രകൃതി വിഭവങ്ങളിലും പ്രകൃതിയിലും. ഇതാണ് വിശുദ്ധ ഖുർആന്റെ സംസാര വിഷയം. ആകാശമോ, ആകാശത്തെ അല്ലാഹു തആല ആകെ മൊത്തം വിവരിക്കുന്നത് അഫലം യൻദുറൂ ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, മാനത്തേക്ക് നോക്കുന്നില്ലേ? നോക്കിയാൽ കാണാൻ സ്വന്തം കാണാൻ പറ്റുന്ന കളറാണല്ലോ. ആ കാണുന്ന കളറാണ് ആകാശമൊന്നുമില്ല. അതിനൊക്കെ ആളുകൾ നമ്മൾ വിമാനത്തിൽ പോയാൽ എവിടെയാണ്? വിമാനത്തിൽ പോകുന്ന വർഷമായി ഭൂമിയിലാണ് നമ്മൾ ആ കളർ കാണുന്നത്. പക്ഷെ നമ്മുടെ ആകാശ ലോകത്തിൽ ഇല്ലാത്ത സൃഷ്ടികളെ കാണുന്നുണ്ടല്ലോ. ഉപരിലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ച വിധാനങ്ങളെ നമ്മൾ അടിയായിട്ട് മുകളിൽ നിൽക്കുന്ന വീട്ടിൽ സൃഷ്ടികളെ നമ്മൾ കാണുന്നുണ്ട്. ആ സൃഷ്ടികളെ എല്ലാം ഉൾക്കൊള്ളുന്ന വിധം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം, അതിന്റെ ആസ്തികവും അതിന്റെ അതിശയകരമായ സൃഷ്ടിപ്പും നമുക്ക് ബോധ്യപ്പെടുന്ന വിധം അല്ലാഹു തആല സൃഷ്ടിച്ച ഭാഗം അല്ലാഹു തആല പറയുന്നത് നിങ്ങളുടെ ഭൂമിക്ക് മുകളിൽ ഒരു നല്ല മേലാപ്പ്, കുര്യാപ്പുഴകൾക്ക് വേണ്ടി ഒരുക്കുന്ന അറ, മംഗലത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന അറ, അടിയന്തരത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന പന്തൽ, പല ലൈറ്റുകളും പല മിന്നലുകളും പല കലകളും വെച്ചുകൊണ്ട് അലങ്കരിക്കുന്നത് പോലെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, മിന്നിത്തിളങ്ങും മിന്നാമിനുകൾ കൊണ്ട് അല്ലാഹു തആല ഒരുക്കി വിരാജിച്ചിരിക്കുന്ന അലങ്കാരത്തെ അല്ലാഹു പറയുന്നു നമ്മളതിനെ അലങ്കരിച്ച് നിങ്ങൾക്ക് കാണാൻ ചന്തമുള്ളതാക്കി വെച്ചിരിക്കുന്നു. കേവലം ഈ ചന്തം ഇല്ലെങ്കിൽ നമുക്ക് വാനത്തേക്ക് നോക്കിയാൽ എന്തിരിക്കും? എങ്ങനെ ഇരിക്കും? കേവലം അലങ്കാരം മാത്രമാണോ ഇത്? ഈ നക്ഷത്രങ്ങളിൽ ചിലപ്പോൾ പരിണതിലിരിക്കുന്ന മാത്രം തിളങ്ങുന്നവ കാണാം, രാത്രിയുടെ ചില സമയത്ത് മാത്രം തിളങ്ങുന്നവ കാണാം, മാസത്തിലെ ചില ദിവസങ്ങളിൽ മാത്രം തിളങ്ങുന്നവ കാണാം. അത്തരം തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ മരുഭൂമി സഞ്ചാരികളിലും സമുദ്ര സഞ്ചാരികളിലുമുണ്ട്. അവരുടെ അടയാളമാക്കുന്നു. പോരാ, നമുക്ക് ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാശിയിൽ വരുമ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവട്ടെ, അത്തരം രാശികളിൽ വരുമ്പോഴുള്ള നടക്കുന്ന പ്രതിഭാസങ്ങളാവട്ടെ, ഇതിനൊക്കെയും ജ്യോതിഷക്കാരും അതുപോലെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള അനുഭവത്തിന്റെയും മറ്റു വെളിച്ചത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള അനുമാനസിദ്ധമായ അനുമാനങ്ങളുടെ വെളിച്ചത്തിൽ, ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള ഉപകാരങ്ങളും പല വിധത്തിലുള്ള സ്വാധീനങ്ങളും കാണാം. ആകാശത്തിന്റെ സ്വാധീനം, സമുദ്രം നോക്കൂ. അല്ലാഹു തആല പറയുന്നത് വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതബ്ലൂ മിൻഹു ലഹ്മൻ ഖുലിയ്യാ. അല്ലാഹു തആല നിങ്ങൾക്ക് സമുദ്രം ഒരുക്കി തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ പഠിച്ചാൽ ഏത് സാധുവും മനസ്സിലാക്കുന്ന കാര്യം അല്ലാഹു പറയുന്നത്. സമുദ്രത്തിലെ ഓളങ്ങളെ കുറിച്ചോ ആ ഓളങ്ങൾക്കകത്തുള്ള സംഗതികളെ കുറിച്ചോ അതിനടങ്ങിയിരിക്കുന്ന എന്തെല്ലാം ഇതിലുണ്ടോ അവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പേര് പറയുന്നത് നമ്മൾ പറയപ്പെട്ടില്ല. ഒരുമാതിരി ഈ രൂപത്തിൽ പറയപ്പെടുന്നതിനെ കുറിച്ചൊന്നും വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നതിൽ ആർക്കും ബോധ്യപ്പെടും. എന്തിനാണ് സമുദ്രം പിടിച്ചുകൊണ്ടാല് നല്ല സുഖമായി തിന്നാൻ പറ്റുന്ന മീൻ ഒരു കൊച്ചിന്റെ ആഹാരം തന്നെയാണ്. നമ്മൾ അല്ലാത്ത മീൻ തിന്നുക
ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കിടക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് തിന്നാൻ മനുഷ്യൻ എത്ര കാലമായി തിന്നുന്നു, എത്ര കാലമായി വാരിക്കോരിക്കൊണ്ടുവരുന്നു, എത്ര കാലമായി നല്ലൊരു ശതമാനം മനുഷ്യർ ഇതുകൊണ്ട് ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എന്ത് വിഭവങ്ങളുണ്ടാകട്ടെ, ആ വിഭവങ്ങൾക്കിടയിൽ മീനും ഒരു നല്ല വിഭവമാണല്ലോ. മാംസങ്ങൾ എന്തെല്ലാം ഉണ്ടാകട്ടെ, മാംസങ്ങൾ ഏതുതരം ഉണ്ടാകട്ടെ, മീനെന്ന മാംസം നമുക്ക് എല്ലാവരും വേണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു കഷ്ണം മീനില്ലാതെ നമുക്ക് ചോറുണ്ടാവാൻ കഴിയുമല്ലോ. അപ്പൊ ഈ മീനുകൾ അള്ളാഹുക്കാരെ ചിറ്റുകളിലെ മുത്തുകളിലെ ഈ മുത്തുകൾ എവിടെ നിൽക്കുന്നതാ? സമുദ്രത്തിന്റെ അടുത്ത് അള്ളാഹുക്കാല ആണിയിൽ വെച്ചിരിക്കുന്ന ചിറ്റുകൾ, ആ ചിപ്പുകൾ ഉണ്ടായിട്ടുള്ളതാണ് മുത്ത്. അതിനുള്ള ചിപ്പുകളിൽ മുത്ത് സൃഷ്ടിക്കുന്ന രാജാധിരാജൻ സമുദ്രത്തിനകത്തുള്ള പാറകളിൽ ഒട്ടിക്കിടക്കുന്ന മരത്തിന്റെ കല്ലുകളും ആ ലോഹങ്ങളും നിങ്ങൾക്ക് കിട്ടും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇതൊക്കെ മനുഷ്യന് ചെയ്യുന്ന സംഗതികളാണ്, ഈ ഭൂലോകത്ത് കാണാൻ കിട്ടുന്ന സംഗതികൾ. ഇത് സമുദ്രത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു. ഈ സമുദ്രവുമായി ബന്ധപ്പെട്ട് ആകാശത്തിന്റെ മേലാപ്പിരിക്കൽ ഭൂമി എന്ന നമ്മുടെ ഈ ആവാസസ്ഥലത്ത് നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളിൽ വളരെ പ്രധാനമായൊക്കെ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. ഒന്ന് പ്രധാനമായി വായു. വായുദാനം കൂടെ ജീവിക്കണമല്ലോ, ശ്വസിക്കണ്ടേ? ശ്വസിക്കാനേ നടക്കുള്ളൂ. ശ്വസിക്കാതെ നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്താതെ നമ്മുടെ ശരീരത്തിലൊക്കെ താപം വളരെ പെട്ടെന്ന് ആളുകൾ വെച്ചു പോകും. ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ജീവിക്കണമോ തീർച്ചയായും വായു വേണം. വായു നമ്മളങ്ങനെ അങ്ങോട്ട് വലിക്കുന്നു, വലിച്ചിട്ട് വലിയമായത് ഇങ്ങോട്ട് പുറത്തേക്ക് കളയുന്നു. ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഈ വായു അല്ലാഹു തആല നമ്മുടെ ഭൂമിക്ക് ഒരുക്കി തന്നത്, അത് മലിനമായി ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ശാസ്ത്രീയമായി വിവരിക്കല്ല. അല്ലാഹു തആല ഇതിന്റെ പ്രയോജനം പറയുന്നത് വായുവിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, ഈ വായുവിന്റെ ഭാഗമായിട്ടുള്ള ചില കാറ്റുകൾ മഴമേഘങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വെള്ളം തിരിച്ചു തരുന്നു. മഴമേഘങ്ങളിൽ നിന്ന് ജലം വർഷിക്കുന്നു. അങ്ങനെ ജലം വർഷിക്കാൻ നിമിത്തമാകുന്നത് ഈ വായുവാകുന്നു. നമ്മൾ ശ്വസിക്കാൻ വേണ്ട കാര്യം പറഞ്ഞാൽ വായു എന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹവ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ ആകെ കാലിശലമേ മനസ്സിലാവുള്ളൂ. ഇത് പറയുന്നത് വായുവാണെന്ന് പണ്ടുപഠിച്ചില്ലല്ലോ. ഏവർക്കും ജാഹിലിയ്യത്തിനടക്കം ഏത് കാലത്തും മനസ്സിലാകുന്ന ഉപയോഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വെള്ളം പ്രകൃതി വിഭവമാണ്, അതിപ്രധാനമായ വിഭവമാണ്. ജീവനുടെ ഏത് ജീവികൾ മാത്രമല്ല, നിർജീവവസ്തുക്കളായ നമ്മളുള്ളതും ജീവനുള്ളതും ജീവനില്ലാത്തതുമാവുമല്ലോ. സജീവമായ ഭൂമി, ജീവനുള്ള ഭൂമി, വരണ്ട ഭൂമി. വരണ്ട ഭൂമി ചത്തഭൂമിയാണ്. സസ്യഭരണമായ ഭൂമിയാണെങ്കിലോ സജീവ ഭൂമിയാണ്. ഈ സജീവമായ ഭൂമിയടക്കം സജീവമാകട്ടെ, അതുപോലെ തന്നെ ഏത് ജീവനുള്ളതാകട്ടെ സജീവമാകണമോ വെള്ളം വേണം. ഉൽപ്പന്നങ്ങൾ വേണമോ, ഉൽപാദനം വേണമോ, വെള്ളം വേണം. ജീവികൾ ജീവിക്കണമോ, വെള്ളം വേണം. മനുഷ്യൻ ജീവിക്കണമോ, വെള്ളം വേണം. വെള്ളമില്ലാതെ പറ്റില്ല. വെള്ളത്തിൽ നിന്നാണ് നാം എല്ലാം സൃഷ്ടിച്ചതെന്ന് പറയുന്ന ആ വെള്ളം. നിങ്ങൾ കാണുന്ന നല്ല നല്ല ഉദ്യാനങ്ങളും തോട്ടങ്ങളും വലിയ വലിയ തോപ്പുകൾ, വലിയ 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 കൃഷിസ്ഥലങ്ങൾ, ഈ കൃഷികളിൽ കാണുന്ന ഉദ്യാനങ്ങളും ഉൽപ്പന്നങ്ങളും എല്ലാം അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് പെയ്യിക്കുന്ന മഴ കൊണ്ടോ അതിന്റെ ഫലമായി ഭൂമിയിൽ ഉണ്ടാകുന്ന മഴ കൊണ്ടോ ആണ് അല്ലാഹു തആല ഉറപ്പിക്കുന്നത്.